ദൈവത്തിന്റെ വചനം ഇന്ന് ശ്രവിക്കുമ്പോൾ ഓർക്കുക, ജീവിതത്തിലെ കുറവുകൾ കണ്ട് മാറ്റി നിർത്താത്ത ഒരു ദൈവ സാന്നിധ്യത്തെ ഓരോ മകനും മകളും ഓരോ കുടുംബങ്ങളും അനുഭവിച്ചറിയണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. ഇനിയിപ്പോ പറയാൻ പോകുന്ന ദൈവവചനം 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. ആ 3-ാമത്തെ വാക്യം തുടങ്ങുന്നത് 4 കുഷ്ഠരോഗികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. 4 കുഷ്ഠരോഗികൾ. ഈ പറയാൻ പോകുന്ന സംഭവങ്ങൾ, ആ സംഭവങ്ങൾ നിങ്ങളുടെ മനസ്സിലൊന്ന് ചിന്തിക്കുന്നതാണ്. അന്നത്തെ കാലം ഈ രോഗത്തെ ലോകം എങ്ങനെയാ കാണുന്നത്, കണ്ടുകൊണ്ടിരുന്നത്? ഈ രോഗമുള്ളവരോട് ആ നാട്ടിലെ ആ നാളുകളിൽ ജനത്തിന്റെ സമീപനം എന്തായിരുന്നു? കുടുംബാംഗങ്ങളുടെ സമീപനം എന്തായിരുന്നു? ആ ദേശത്തുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളുടെ സമീപനം എന്തായിരുന്നു എന്നറിയണം. 4 കുഷ്ഠരോഗികൾ. കുഷ്ഠരോഗം തന്നെ ആ കാലഘട്ടത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്ന ദൈവത്തിന്റെ ഒരു ശിക്ഷയായിട്ടാണ്. അത് ദൈവം അവരെ എഴുതിത്തള്ളിയതിന്റെ അടയാളമായിട്ടും, നാടിനും കൊള്ളത്തില്ല, നാട്ടുകാർക്കും വേണ്ടാത്ത, ദൈവത്തിനും വേണ്ടാത്ത ഒരു വിഭാഗം എന്ന പോലെ മാറ്റി നിർത്തിയ ഒരു കൂട്ടരാ കുഷ്ഠരോഗികൾ. അവർ വരുമ്പോൾ ആ വഴിയിൽ കൂടെ മറ്റൊരാൾ നടക്കാറില്ല, വേറെ വഴിക്ക് കാണാതെയാണ് പോവുക. ഒരു പ്രത്യേക സാഹചര്യം. തിങ്ക് അബൌട്ട് ദിസ് സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കും. 4 കുഷ്ഠരോഗികൾ. അവരിരുന്നത് ഒരു പ്രവേശന കവാടത്തിൽ ഇരിക്കുകയാണ്. എന്നിട്ട് അവർ പരസ്പരം പറഞ്ഞു, നാം മരിക്കുവോളം ഇവിടെ ഇരിക്കുന്നത് എന്തിനാണ്? എന്തായാലും മരിക്കും. നാം മരിക്കുവോളം ഇവിടെ ഇരിക്കുന്നത് എന്തിനാണ്? നഗരത്തിൽ പ്രവേശിച്ചാൽ അവിടെ ക്ഷാമം കൊണ്ട് നമ്മൾ മരിക്കും, ഇവിടെ ഇരുന്നാലും മരിക്കും. അപ്പോൾ അവർ പരസ്പരം പറയുന്നത് മരണത്തെക്കുറിച്ചാണ്. അതിന്റെ അർത്ഥം തന്നെ അവരുടെ ഉള്ളിൽ ഒരു നിരാശയോ ദുഃഖമോ ഭയമോ വല്ലാതെ കയറി പിടിച്ച ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഇവിടെ ഇരുന്നാ മരിക്കും, നഗരത്തിൽ പ്രവേശിച്ചാ മരിക്കും, എന്തിന് നമ്മൾ ഇവിടെ ഇരിക്കണം എന്നിങ്ങനെയുള്ള മുരടിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന, താഴോട്ട് വലിക്കുന്ന ചിന്തകൾ അവരുടെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. അടുത്ത വാക്കിങ്ങനെയാണ്, ഇവിടെ ഇരുന്നാലും മരിക്കും, പോയാലും മരിക്കും, നിന്നാലും മരിക്കും. എന്തായാലും അവർ ഒരു തീരുമാനമെടുക്കുന്നു, വരുവിൻ, നമുക്ക് സിറിയക്കാരുടെ പാളയത്തിലേക്ക് പോകാം. 4 കുഷ്ഠരോഗികൾ തീരുമാനിക്കുന്നു, എന്തായാലും മരിക്കുവാണ്, മരിക്കട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം, നമുക്ക് സിറിയക്കാരുടെ പാളയത്തിലേക്ക് നമുക്ക് 4 പേർക്കും പോകാം. ഇനി ശ്രദ്ധിക്കണം, വളരെ വളരെ ശ്രദ്ധിക്കണം. 4 കുഷ്ഠരോഗികളാണ് പോകുന്നത്. അവരുടെ ശരീരത്ത് കുഷ്ഠം എന്ന രോഗത്തിന്റെ അടയാളങ്ങൾ കൊണ്ട് നിറഞ്ഞവരാണ്. ദുർഗന്ധമുള്ള ഒരു ശരീരം അവർക്കുണ്ട്. ആര് കണ്ടാലും അവരുടെ അടുത്തേക്ക് വരുവല്ല, അവരെ കാണുമ്പോൾ മറുവശത്തൂടെ ആളുകൾ പോകുന്ന ഒരവസ്ഥ, ആർക്കും വേണ്ടാത്ത ഒരവസ്ഥ, ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന് ലോകം കാണുന്ന, അവർ തന്നെ അതിനെ കണ്ടുകൊണ്ടിരുന്ന ഒരു സമയം. ആ അവസ്ഥയിൽ അവർ സിറിയയിലേക്ക് പോകുമ്പോൾ അവർ തീരുമാനിക്കുന്നു, സിറിയയിലേക്ക് പോകാം, പാളയത്തിലേക്ക് പോകാം. അവർ ജീവനെ രക്ഷിച്ചാൽ നമ്മൾ ജീവിക്കും, കൊന്നാൽ മരിക്കും. അപ്പോൾ ഉറപ്പില്ല, എന്താ അവസ്ഥ വരാൻ പോകുന്നത് എന്താണെന്ന് ഉറപ്പില്ല. അവർ ജീവിക്കാൻ അനുവദിക്കുവാണെങ്കിൽ നമ്മൾ ജീവിക്കും. അവിടെ ചെല്ലുമ്പോൾ നമ്മളെ 4 പേരെയും കാണുമ്പോൾ, ഈ അവസ്ഥ കാണുമ്പോൾ കൊല്ലാനാ തോന്നുന്നെങ്കിൽ അവർ നമ്മളെ കൊല്ലും, നമ്മൾ ഭരിക്കും. എന്തായാലും മുന്നിൽ പ്രതീക്ഷയുള്ള വിചാരങ്ങളില്ല, മുന്നിൽ മരണം എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരു സമയം അവർ സിറിയക്കാരുടെ പാളയത്തിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു സന്ധ്യാസമയത്താണ് അവർ സിറിയക്കാരുടെ പാളയത്തിലേക്ക് പോകുന്നത്. അവർ പാളയത്തിലേക്ക് പോയി പാളയത്തിന്റെ അരികിലെത്തിയപ്പോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പാളയത്തിൽ ഒരുപാട് പേരെ പ്രതീക്ഷിച്ചിട്ടാണ് അവർ പോകുന്നത്, പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ശ്രദ്ധിക്കുക, അവിടെ ആരും ഉണ്ടാകാത്തതിന് ഒരു കാരണമുണ്ട്. അതാണ് എഴുതിയിരിക്കുന്നത്. കാരണം രഥങ്ങളും കുതിരകളും അടങ്ങിയ ഒരു വലിയ സൈന്യത്തിന്റെ ശബ്ദം കർത്താവ് സിറിയൻ സൈന്യത്തെ കേൾപ്പിച്ചു. അവർ പരസ്പരം പറഞ്ഞു, ഇതാ ഇസ്രായേൽ രാജാവ് നമ്മെ ആക്രമിക്കുന്നതിന് ഹൃത്യരുടെയും ഈജിപ്ത്യരുടെയും രാജാക്കന്മാരെ കൂലിക്കെടുത്ത് വരുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കുക, 4 കുഷ്ഠരോഗികൾ വരുമ്പം, സിറിയക്കാരുടെ പാളയത്തിലേക്ക് ചെല്ലുമ്പം
സിറിയയിലെ ആളുകൾ കേൾക്കുന്നത് വലിയ ഒരു സൈന്യത്തിന്റെ ശബ്ദം. അവർ വിചാരിച്ച് ഏതോ ഒരു സൈന്യം ആക്രമിക്കാൻ വരുവാണെന്ന്. 4 കുഷ്ഠരോഗികൾ നടന്നു ചെല്ലുമ്പോ സിറിയൻ പാളയത്തിലെ ആളുകൾ, പട്ടാളക്കാർ അല്ലെങ്കിൽ അവിടെയുള്ള ജനം കേൾക്കുന്നത് ഒരു വലിയ സൈന്യത്തിന്റെ ഒരു ഒച്ചയാണ്. 4 പേര് പോകുമ്പോ എങ്ങനെയാണ് ആയിരക്കണക്കിന് സൈന്യങ്ങളുടെ ശബ്ദം അവിടെ കേൾക്കുക? ആ വാക്കൊന്നും കൂടെ കേൾക്കുക. കാരണം രഥങ്ങളും കുതിരകളും അടങ്ങിയ ഒരു വലിയ സൈന്യത്തിന്റെ ശബ്ദം കർത്താവ് സിറിയൻ സൈന്യത്തെ കേൾപ്പിച്ചു. അപ്പോ ഓർക്കണം, ഇവിടെ സംഭവിച്ച ഒരു അത്ഭുതമുണ്ട്. 4 കുഷ്ഠരോഗികൾ നടന്ന് സിറിയൻ പാളയത്തിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ കൂടെ നടന്ന സ്വർഗത്തിലെ ദൂതന്മാർ ആരുടെ ഒപ്പം നടന്നു? ഈ 4 കുഷ്ഠരോഗികളുടെയും ഒപ്പം നടന്നു. ഒരു വാക്ക് പറയുന്നു, കുറവ് കണ്ട് ലോകം മുഴുവൻ നിങ്ങളെ മാറ്റി നിർത്തിയാലും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ മാറ്റി നിർത്തില്ല. ജീവിതത്തിൽ സംഭവിച്ച സംഭവങ്ങൾ അത് നിങ്ങളുടെ ഐഡന്റിറ്റി അല്ല. നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾ ദൈവത്തിന്റെ മകന്, ദൈവത്തിന്റെ ഒരു മകളാണെന്നുള്ളതാണ് യുവർ ഐഡന്റിറ്റി. ഹല്ലേലൂയ. 4 കുഷ്ഠരോഗികൾ നടന്നു പോകുമ്പോൾ ഒരു സൈന്യത്തിന്റെ ശബ്ദം ദൈവം അവരെ കേൾപ്പിച്ചു. അപ്പോൾ ഇവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഈ 4 കുഷ്ഠരോഗികൾ തീരുമാനിക്കുന്നത് ഒരു പ്രവേശന കവാടത്തിന്റെ സൈഡിൽ ഇരുന്നോണ്ടാ പറയുന്നേ, നമുക്ക് സിറിയൻ പാളയത്തിലേക്ക് പോകാമെന്ന്. അങ്ങനെ പോകാൻ അവർ തീരുമാനിക്കാൻ എടുത്ത സമയം ഒരു സന്ധ്യാസമയമാണ്. ആ സമയത്ത് അവർ പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആരോട് കൽപ്പിച്ചിട്ടുണ്ടാകും കൂടെ നടക്കാൻ? സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതന്മാരോട്, സ്വർഗത്തിന്റെ സൈന്യത്തോട്, സ്വർഗീയ വ്യൂഹങ്ങളോട് സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ചിട്ടുണ്ടാകും. ഈ ജനം, ഈ 4 കുഷ്ഠരോഗികൾ സിറിയൻ പാളയത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അവരോട് കൂടെ നടക്കണമെന്ന് ആരോട് കൽപ്പിച്ചു? ഈ സ്വർഗീയ സൈന്യങ്ങളോട് സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ചിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ എങ്ങനെയാണ് സ്വർഗത്തിലെ സൈന്യം ഇവരോടൊപ്പം? ഒരു വലിയ സൈന്യത്തിന്റെ ശബ്ദം ദൈവം, കർത്താവ് അവരെ കേൾപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും കുറവുകൾ കണ്ട് കൂടെ നടക്കാൻ ആരും ഉണ്ടാകത്തില്ല. എന്റെയും നിങ്ങളുടെയും കുറവുകൾ കണ്ട് നമ്മുടെ കുടുംബത്തോട് കൂടെ നിൽക്കാൻ ആരും നിൽക്കാത്ത സമയം വരും, സാഹചര്യങ്ങൾ വരും. വിധിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും വിധിവാചകങ്ങൾ പറഞ്ഞുകൊണ്ടും പലരും ദൂരെ ദൂരെ നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം വിധിവാചകം പറയുവാൻ സ്വർഗത്തിലെ വ്യൂഹങ്ങളോട് കൽപ്പിക്കുകയല്ല. നിങ്ങൾ തകർന്നു പോകാതിരിക്കാൻ, നിങ്ങൾ ഒരിക്കലും നശിച്ചു പോകാതിരിക്കാൻ, നിങ്ങളുടെ കുറവുകൾ കണ്ടിട്ടും നിങ്ങളുടെ കൂടെ നിൽക്കാൻ സ്വർഗത്തിലെ സൈന്യത്തോട് ദൈവം കൽപ്പിക്കും. ഹല്ലേലൂയ. ഇത് നിസ്സാരമല്ല, ഇത് ഒട്ടും നിസ്സാരമല്ല. കാരണം നമ്മൾ ചിന്തിക്കുക, ഒരു വിശുദ്ധൻ നടന്നു പോകുമ്പോൾ സ്വർഗത്തിന്റെ സൈന്യം കൂടെ നടന്നു എന്ന് പറയുന്നത് അസാധാരണമായ ഒരു കാര്യമല്ല. അല്ലെങ്കിൽ ബൈബിൾ പരിശോധിച്ചാൽ ദാനിയേൽ സിംഹക്കുഴിയിൽ കിടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതൻ സിംഹക്കുഴിയിൽ ഇറങ്ങി വന്ന് ആ സിംഹത്തിന്റെ വായടച്ചു. അത്രയും നല്ലൊരു ജീവിതം നയിച്ച ദാനിയേലിന് വേണ്ടിയല്ലേ ദൈവം ചെയ്തത്? നമുക്ക് മനസ്സിലാക്കാം. 4 ചെറുപ്പക്കാർ തീച്ചൂളയിൽ കിടന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം നാലാമതൊരാളായി, 3 പേര് തീച്ചൂളയിൽ കിടക്കുമ്പോൾ നാലാമതൊരാളായി സ്വർഗത്തിലെ ദൈവം ദൂതനെ ഇറക്കി. 4 പേര് അവിടെ വന്നു. അത് നമുക്ക് വലിയ അത്ഭുതകരമായി തോന്നുന്നില്ല, സാധാരണ കാര്യമാണ്. കാരണം അവരൊക്കെ ദൈവസന്നിധിയിൽ വില കൊടുത്തവരും ദൈവസന്നിധിയിൽ നീതിയോടെ വർത്തിച്ചവരും ദൈവത്തിന്റെ മുമ്പിൽ വിശ്വസ്തരുമായിട്ടുള്ള ചില ജനത്തിനു വേണ്ടി, ചില വ്യക്തികൾക്ക് വേണ്ടി ദൈവം ചെയ്ത പ്രവൃത്തിയാ. ഈ 4 കുഷ്ഠരോഗികൾക്ക് വേണ്ടിയോ? ഇവിടെ എന്ത് യോഗ്യതയായി 4 കുഷ്ഠരോഗികളോട് കൂടെ സ്വർഗത്തിലെ സൈന്യം നടക്കുവാൻ? പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു കാര്യമാണ്, വലിയൊരു കാര്യമാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രത്യേകതയാണ്, ദൈവം നമ്മളെ തനിച്ചാക്കി എവിടെയും നടത്തില്ല. ദൈവം നമ്മുടെ കുഷ്ഠരോഗികളുടെ ശരീരത്ത് മുഴുവൻ കുറെ അടയാളങ്ങളുണ്ട്. എന്തടയാളം? രോഗത്തിന്റെ, കുഷ്ഠത്തിന്റെ, ദുർഗന്ധത്തിന്റെ അവസ്ഥകളും അടയാളങ്ങളും ഉള്ളപ്പോഴും സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചു ആ 4 പേരോട് കൂടെ നടക്കാൻ. സിറിയൻ സൈന്യത്തിന്റെ പാളയത്തിലേക്ക് ചെല്ലുമ്പോൾ അവർ കേൾക്കുന്നത് ഒരു വലിയ സൈന്യത്തിന്റെ ശബ്ദം. അവർ കേട്ടിട്ട് അവർ ഓടി ഒളിച്ചു. 4 കുഷ്ഠരോഗികൾ വരുമ്പോ പാളയത്തിലെ സൈന്യങ്ങളും നേതാക്കന്മാരും ഓടി ഒളിച്ചു, ശത്രുക്കൾ ആക്രമിക്കാൻ വരുന്നതാണെന്ന് കേട്ട് 4 കുഷ്ഠരോഗികളോട് കൂടെ സ്വർഗത്തിലെ സൈന്യം മുഴുവൻ ചലിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ കാര്യമാണ്. ദൈവത്തിന്റെ ദൂതന്മാർ
ദൈവത്തിന്റെ ദൂതന്മാർ. ഇവിടെ ഞാൻ കാണുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയാമോ? ഈ 4 കുഷ്ഠരോഗികൾ ആ പാളയത്തിലേക്ക് പോകാൻ മുന്നിൽ മരണം. ഇവിടെ ഇരുന്നാലും മരിക്കും, പോയാലും മരിക്കും. ചിലപ്പോൾ അവർ നമ്മളെ ഉപദ്രവിക്കും, ചിലപ്പോൾ അവർ നമ്മളെ കൊല്ലും, ചിലപ്പോൾ ജീവിക്കാൻ അനുവദിക്കും. എന്തു സംഭവിക്കുമെന്ന് അറിയത്തില്ലാതിരിക്കുമ്പോഴും അവർ നിരാശയുള്ള ഒരു മനസ്സോടെ, തളർന്ന ഒരു ഹൃദയ വിചാരത്തോടെ, പ്രതീക്ഷയില്ലാത്ത ഒരു നാളെയെ നോക്കിയിട്ട് മുന്നോട്ട് പാളയത്തിലേക്ക് പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ചിട്ടുണ്ടാകും ദൂതന്മാരോട്, വാക്ക് വിത്ത് ദം, അവരോട് കൂടെ നടക്കുക. വാക്ക് വിത്ത് ദം, അവരോട് കൂടെ നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതന്മാരോട്, തന്റെ സൈന്യത്തോട് കൽപ്പിച്ചിട്ടായിരിക്കും സ്വർഗത്തിലെ സൈന്യം ഈ 4 കുഷ്ഠരോഗികളുടെ കൂടെ നടന്നത്. ഇതുപോലെ എന്റെയും നിങ്ങളുടെയും കൂടെ നടക്കുവാൻ ചില പ്രതിസന്ധികളിൽ, ജീവിതത്തിൽ മുഴുവൻ പരാജയത്തിന്റെ അടയാളങ്ങൾ ചുമക്കുമ്പോഴും, ശരീരം മുഴുവൻ രോഗത്തിന്റെ അടയാളങ്ങൾ ചുമക്കുമ്പോഴും, പ്രതിസന്ധികളും വെല്ലുവിളികളും നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെ പോകുമ്പോഴും നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരോ ആണെങ്കിൽ സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, വാക്ക് വിത്ത് ദം, അവരോട് ഒറ്റയ്ക്ക് അവരെ നടത്തരുത്. വാക്ക് വിത്ത് ദം, അവരോട് കൂടെ നടക്കാൻ സ്വർഗത്തിലെ ദൈവം കൽപ്പിക്കും. ഇതാണ് ദൈവത്തിൽ കുറവുകൾ കണ്ട് മാറ്റി നിർത്തുന്ന എത്രയോ മുഖങ്ങളെ, എത്രയോ വ്യക്തിത്വങ്ങളെ, എത്രയോ വ്യക്തികളെ നിങ്ങൾക്കറിയാം. എന്നാൽ കുറവുകൾ കണ്ട്, കുറവുകളുടെ അടയാളങ്ങൾ ചുമക്കുമ്പോഴും കുറവുകൾ കണ്ട് മാറ്റി നിർത്താത്തൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്.